പ്രിയമുള്ള കലാപ്രേമികളെ, എടക്കളത്തൂർ KLM സംഘടന അവതരിപ്പിക്കുന്ന നാടകം സ്നേഹകൂടാരം. നാടക സംവിധാനം ജോസ് വാഴപ്പള്ളി. ഗാനരചനയും സംഗീതവും ജോസ് VK. കഥാപാത്രങ്ങളും പങ്കെടുക്കുന്നവരും: വർഗീസ് ജോസ് വാഴപ്പള്ളി, തോമസ് കുട്ടി ജോൺസൺ എലവത്തിങ്കൽ, അവറാച്ചൻ ഷാജു എടക്കളത്തൂർ, ഓഫീസ് ക്ലർക്ക് ബിജോയ് കൊള്ളന്നൂർ, രജിസ്റ്റർ ഓഫീസർ ജോസ് VK, അന്നമ്മ റീന മാറോക്കി, സിസ്റ്റർ സിസിലി അലീന ലൈജു, ലക്ഷ്മി ജൂലി ലൈജു. ശബ്ദവും വെളിച്ചവും ജിബിൻ സൗണ്ട് എടക്കളത്തൂർ. ഈ നാടകത്തിന് വേദി അനുവദിച്ചു തന്ന നമ്മുടെ വികാരി ഫാദർ റഫേൽ പുല്ലൗക്കാരൻ അച്ഛനും പെരുന്നാൾ പ്രോഗ്രാം കൺവീനർ ജോൺസൺ എലവത്തിങ്കലിനും മറ്റു എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ദൈവം സൃഷ്ടിച്ച ഏറ്റവും മനോഹരമായ സൃഷ്ടിയാണ് കുടുംബം. ആ കുടുംബത്തിൻ്റെ അടിസ്ഥാനം സ്നേഹമാണ്. പണത്തിൻ്റെ മീതെ പരന്തും പറക്കില്ല എന്ന പഴഞ്ചൊല്ലിൻ്റെ ആവർത്തനം എന്നോണം ഇന്ന് സ്നേഹത്തിൻ്റെ കൂടാരങ്ങൾ പലപ്പോഴും ശിഥിലമായി കൊണ്ടിരിക്കുകയാണ്. അത്തരം അഭിനവ യാഥാർത്ഥ്യങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുന്ന ഒരു ചെറുനാടകമാണ് ഇന്ന് നിങ്ങൾക്ക് മുൻപിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇതിലെ കാഴ്ചകളും സംഭാഷണങ്ങളും ഒന്നും പുതുമയുള്ളതല്ല. നമുക്ക് ചുറ്റും ആവർത്തിക്കുന്ന ചില പതിവ് യാഥാർത്ഥ്യങ്ങൾ മാത്രം. കാണികളായ നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഈ നാടകത്തിൻ്റെ വിജയം. അടുത്ത ബെല്ലോട് കൂടി നാടകം ആരംഭിക്കുന്നു. സ്നേഹകൂടാരം. ഉണരട്ടെ ഉണരട്ടെ നമ്മിൽ സ്നേഹം ഉണരട്ടെ. ഉണരട്ടെ ഉണരട്ടെ നമ്മിൽ സ്നേഹം ഉണരട്ടെ. തകരട്ടെ തകരട്ടെ നമ്മിൽ വിദ്വേഷം തകരട്ടെ. ഉണരട്ടെ ഉണരട്ടെ നമ്മിൽ സ്നേഹം ഉണരട്ടെ. ഈ ഫോണിലെ നമ്പറൊക്കെ എവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണോ? അത്യാവശ്യ സമയത്ത് നോക്കിയാൽ ഒന്നും കിട്ടില്ല. ഹലോ, എടാ അവറാച്ചനോ? നല്ല പോത്തുണ്ടോടാ? അയ്യോ, ആര്? അച്ഛനോ? അയ്യോ സോറി അച്ഛാ, മാറിപ്പോയതാ. ഓ, കണ്ണൊന്നും പിടിക്കുന്നില്ല അച്ചോ. ഞാൻ ആ പോത്ത് അവറാച്ചനെ വിളിച്ചതാ, ക്ഷമിക്കച്ചോ, അറിയാതെ പറ്റിപ്പോയതാ. ഇതെന്തു കുന്തമാ? ഇറച്ചുവെട്ടുകാരനെ വിളിച്ചാൽ അച്ഛനെ കിട്ടും, അച്ഛനെ വിളിച്ചാൽ പോസ്റ്റ്മാനെ കിട്ടും. എന്തൊരു കഷ്ടമാണിത്. എടാ അവറാച്ചനാണോടാ? ആ എടാ, നല്ല പോത്തുണ്ടോടാ? എന്തു വിലയാടാ? ഓ വിശേഷമോ? ആ തോമസ് കുട്ടിയും പിള്ളേരും ഒക്കെ ഇന്നെത്തും. 3-4 വർഷം കൂടി വരുന്നതല്ലേ, ഒന്ന് ആഘോഷിച്ചേക്കാമെന്ന് കരുതിയടാ. എടാ നല്ല പോത്താനോടാ? ആ എന്നാൽ ഒരു 4 കിലോ കൊടുത്തു വിട്ടേക്ക്. പൈസ ഞാനങ്ങ് കൊടുത്തു വിട്ടേക്കാം. എന്നാ ശരിയടാ. ഇതാരാ ഈ രാവിലെ തന്നെ? എന്താ പറ്റിയ നിനക്ക്? ഒന്നും പറയണ്ട. പള്ളിയുടെ മുറ്റത്തുനിന്ന് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ മഴ നനഞ്ഞു കിടക്കുന്നുകൊണ്ട് കാലൊന്ന് തെന്നി. എന്നിട്ട് വല്ലതും പറ്റിയോടി എന്നമ്മേ? ഭാഗ്യത്തിന് ദൈവം സഹായിച്ചു, നടുകുത്തി വീണില്ല. ആ ലക്ഷ്മി വന്നില്ലേ ഇതുവരെ? ഇല്ല. ആ ചൂടുവെള്ളം പിടിക്കണമെങ്കിൽ ഞാൻ വരാം. ഏയ് വേണ്ട, ഞാൻ കുറച്ച് കുഴമ്പെടുത്ത് തയ്ച്ചോളാം. വലിയ പ്രശ്നമൊന്നുമില്ല. ആ തോമസ് കുട്ടി വിളിച്ചിരുന്നോ?
അവൻ എവിടെ വരെ എത്തിയോ ആവോ. അവനല്ലേലും എന്നെയൊന്നും വിളിക്കില്ലല്ലോ, നിന്നോടല്ലേ. എന്തിനാ നിങ്ങൾ എപ്പോഴും അതൊക്കെ പറഞ്ഞ് അവനെ വേദനിപ്പിക്കുന്നത്? അവനൊരു തെറ്റ് സംഭവിച്ചു പോയി, അതിനിങ്ങനെ എപ്പോഴും അവനെ കുറ്റപ്പെടുത്തണോ? കുറ്റപ്പെടുത്തിയതല്ലടി, നമുക്കവൻ ഒറ്റ മകനിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്തൊക്കെ സ്വപ്നം കണ്ടത് അവനെക്കുറിച്ച്. എന്നിട്ടിപ്പോ പുതിയ തലമുറയിലെ പിള്ളേരാകുമ്പോൾ എപ്പോഴും വീട്ടിൽ വന്ന് നിൽക്കാൻ പറ്റുമോ? നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോകാന്നേ. എടീ, നമ്മളിൽ ഒരാൾ പോയാൽ പിന്നെ നീ അത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അന്നമ്മേ? എന്താ ഇപ്പോൾ ഇങ്ങനെ തോന്നാൻ? അപ്പുറത്തെ കൊച്ചുവർക്കിച്ചേട്ടൻ മരിച്ചിട്ട് അഴുകിയ ശരീരം 4 ദിവസം കഴിഞ്ഞിട്ടാ കണ്ടത്. മക്കളെല്ലാം വിദേശത്താ. വളർത്തു വലുതാക്കി അപ്പൻ ചത്തു ചെയ്യുന്നു കിടന്നിട്ടും ഒരു മനുഷ്യൻ പോലും അറിഞ്ഞില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ട് പോലും മക്കളൊന്ന് വിളിക്കുക പോലും ചെയ്തില്ല. ആ ലക്ഷ്മി, എന്താ വരാൻ താമസിച്ചത്? കൊച്ചിനെയും കൊണ്ട് ആശുപത്രി പോയതാ ചേച്ചി. എന്തു പറ്റി? പനി വലുതുമാണോ? ഇന്നലെ അയാൾ വീണ്ടും വന്നു. എന്നെ അയാൾ തല്ലുന്നത് കണ്ട് കൊച്ചു പോയെ പിടിച്ചു. അയാൾ കൊച്ചിനെ ചവിട്ടി. കൊച്ചു തെറിച്ചു പോയി. എൻ്റെ കൊച്ചിൻ്റെ കൈ ഒടിഞ്ഞു പോയി ചേച്ചി. എന്തൊരു ക്രൂരതയാണ് അവൻ കാണിക്കുന്നത്. അവനെതിരെ ഒരു കേസ് കൊടുത്തുകൂടെ നിനക്ക്? എനിക്ക് പേടിയ ചേച്ചി. ആരാ എനിക്കുള്ളത്? അയാൾ എന്നെയും എൻ്റെ കൊച്ചിനെ കൊന്നുകളയും. ആ ലക്ഷ്മി വിഷമിക്കാതെ, ഞാൻ സിസ്ലി മോളോട് പറയാം. അവൾ എന്തെങ്കിലും ഒരു വഴി കാണും. ചേച്ചി, എനിക്കൊരു സഹായം ചെയ്യാമോ? സിസ്റ്ററിനോട് പറഞ്ഞ് എൻ്റെ കൊച്ചിനെ അവരുടെ അനാഥാലയത്തിൽ ചേർക്കാമോ? പിന്നെ ഞാൻ എവിടെയെങ്കിലും പോയി ചത്തോളാം. അത്യാവശ്യം പണിയൊക്കെ തീർത്തിട്ട് നേരത്തെ പൊക്കോ. ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. അവർ വരുന്നത് കൊണ്ടാക്കട്ടോ. ചേച്ചി, അയാൾ ഇവിടെ വരാൻ സാധ്യതയുണ്ട്. അന്നാമേ, എന്തു പറ്റിയടി അവൾക്ക്? അവൻ വീണ്ടും പ്രശ്നമുണ്ടാക്കുകയാണോ? പാവം കൊച്ച്, അതിനെ കൊണ്ട് എന്ത് ചെയ്യാനാ? ആ, പറയുന്നതൊക്കെ ഞാൻ കേട്ടു. ദാ ഇത് ലക്ഷ്മിക്ക് കൊടുത്തര്. ആശുപത്രി ചെലവിനാണെന്ന് പറഞ്ഞാൽ മതി. വർഗീസ് ചേട്ടാ, ദാ പോത്ത് കൊണ്ടുവന്നിരിക്കുന്നു. നല്ല കിടിലം പോത്താ. ആ, അവറാച്ചനോ? പിന്നെ പോത്തു കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? ഓ, ഒന്നും പറയണ്ട. പോത്തിനെ കിട്ടാനില്ല. ഉള്ളതിനാണെങ്കിൽ നല്ല വിലയാ. അതുകൊണ്ട് ശനി ഞായർ ദിവസങ്ങൾ ഇറച്ചിവെട്ട്, പിന്നെ മീൻ കച്ചവടമുണ്ടല്ലോ. ആ, പിന്നെ തോമസ് കുട്ടി എന്നാ വരുന്നത്? ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് വരുമെന്നാ പറഞ്ഞത്. എന്നാലും നിങ്ങൾ ഭാഗ്യമുള്ളവരാ. എന്താ ഒരു കുറവ്? തോമസ് കുട്ടിക്ക് നല്ല ജോലി, ഒരു മകൾ, കന്യാസ്ത്രീ ജീവിതം. ആഘോഷിക്കാൻ ഇനി എന്ത് വേണം? ഒരു കണക്കിന് പൈസ ഉണ്ടാകാതിരിക്കുന്നതാടാ നല്ലത്. എന്തൊക്കെ പറഞ്ഞാലും പൈസയ്ക്ക് പൈസ തന്നെ വേണം വർഗീസ് ചേട്ടാ. അവറാച്ച, നാളെ നല്ല മീൻ വല്ലതും വരുവാണെങ്കിൽ കൊണ്ടുവരണം. ചേറ്റുവാനൊന്നും നല്ല കരിമീൻ വരുന്നുണ്ട്, കൊണ്ടുവരട്ടെ? താ കൊണ്ടുവാടോ, പിള്ളേരൊക്കെ വരുന്നതല്ലേ. കുറച്ച് നല്ല ചെമ്മീനും ആയിക്കോട്ടെ. എന്നാൽ പോയിട്ട് വരാൻ വർഗീസ് ചേട്ടാ. ഇനി വീട്ടിൽ ചെന്നിട്ട് പിള്ളേർക്ക് കറി വെച്ച് കൊടുക്കണം. എന്റെ ഇറച്ചിക്കറി വീട്ടിൽ ഫേമസാ, ഭാര്യയ്ക്ക് വലിയ ഇഷ്ടമാ. എന്നാൽ ശരി. ആ, തോമസ് കുട്ടി വരുമ്പോ ഞാൻ അന്വേഷിച്ചെന്ന് പറയണേ. ആഹാ, എടി എന്നാമേ, ആ കത്തി എങ്ങെടുത്തേ. ഞാൻ 2-3 വാഴയില വെട്ടി കൊണ്ടുവരട്ടെ. ഉച്ചയ്ക്ക് നമുക്കൊരു സദ്യ കൊടുക്കാം പിള്ളേർക്കൊക്കെ. അതൊരു വലിയ സന്തോഷമായിരിക്കും. അവര് വാഴയിലിട്ടൊന്ന് തിന്നുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ വളർന്ന പിള്ളേരല്ലേ, നിങ്ങൾ വെറുതെ കഷ്ടപ്പെടണ്ട. എടി,
പിള്ളേർക്ക് അത് ഇഷ്ടമാവില്ലെങ്കിലും അവന് വലിയ ഇഷ്ടമാണ്. നിനക്കറിയാമോ, പണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഇലയിൽ പൊതിഞ്ഞു കെട്ടി കൊണ്ടുപോകാൻ അവന് വലിയ സന്തോഷമായിരുന്നു. വൈകുന്നേരം തിരിച്ചു വന്ന് നീ പൊതിഞ്ഞു കെട്ടിക്കൊടുത്ത ഇലപ്പൊതിച്ചോറിനകത്തെ കറികളുടെ മണത്തെക്കുറിച്ചൊക്കെ പറയുന്നത് ഓർമ്മയുണ്ടോടി അന്നാമേ? ആ, എന്നാൽ നിങ്ങൾ ചെന്ന് വേഗം വെട്ടിക്കൊണ്ടുപോവാ. പപ്പടം തീർന്നുപോയി, അതുകൂടി വാങ്ങിച്ചു കൊണ്ടുവരണം. ആദ്യം ഞാൻ പോയി ഇല വെട്ടിക്കൊണ്ടുവരാം. നീ ചെല്ലേ, ആ ലക്ഷ്മിയെ നേരത്തെ വീട്ടിൽ വിടണേ. ഞാൻ പോ വരാം. അന്നാമോ, എടി ഇതങ്ങ് എടുത്തു വെച്ചോ. അവൻ വിളിച്ചോടി. ഓ, ഇതുവരെ ഇല്ല. നിങ്ങൾ വന്ന് ചോറ് കഴിക്കേ. പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളതല്ലേ, നേരെ 2 മണിയാകുന്നു. മരുന്ന് കഴിക്കാനുള്ളതല്ലേ, അവർ വന്നോളൂ. വേണ്ടടി, അവർ കൂടി വന്നിട്ടേ കഴിക്കുന്നുള്ളൂ. പിള്ളേരുടെയൊക്കെ കൂടി ഇരുന്ന് കഴിച്ചിട്ട് എത്ര കാലമായി. ആ, ഞാനൊന്ന് മേലെ നനച്ചിട്ട് വരാം. അവരാണോ? അവരാണോ തോന്നുന്നേ? നിങ്ങൾ മുഖം വീർപ്പിച്ച് നിൽക്കാതെ അവനോട് അവളോട് മിണ്ടണം കേട്ടോ. പിള്ളേരെ കാണാൻ കൊതിയാകുന്നു. ഞാനേ ലക്ഷ്മിയോട് കുടിക്കാൻ എടുക്കാൻ പറഞ്ഞിട്ട് വരാം. ആ, വന്നോ? നെടുമ്പശ്ശേരിയിലാണോ വന്നത്? അതെ, കുറച്ച് ലേറ്റായി. ആ, തോമസ് കുട്ടി, നീ വന്നടാ. എടാ, അവളും പിള്ളേരൊക്കെ എവിടെ? അവൾക്കെന്തോ ലീവ് എടുക്കാൻ പറ്റിയില്ല. അവളില്ലാതെ പിള്ളേരും വരില്ല. പിന്നെ ഞാൻ നിർബന്ധിച്ചില്ല. അവർക്കൊന്നും ഇവിടെ സെറ്റാവില്ല. എന്നാലും കഷ്ടമായി പോയി. ആ, നീ വാ, വന്ന് ചോറ് കഴിക്കേ. എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴി അങ്കമാലിയിൽ നിന്ന് കഴിച്ചു. എനിക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഉറക്കം ശരിയാവില്ലാന്ന്. ഞാനൊന്ന് കിടക്കട്ടെ. ചേട്ടാ, വിളമ്പ് വെച്ചതൊന്നും തിരിച്ചെടുത്ത് വെക്കേണ്ട. ഞാൻ കഴിക്കാൻ വരുമോ? നല്ല വിശപ്പുണ്ട് എനിക്ക്. അവനെന്താ പറ്റിയേ? അവനെന്താ ഇങ്ങനെ? മക്കൾ വലുതാവുമ്പോൾ അപ്പനമ്മമാർ അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്. അതാനടി പുതിയ ലോകത്തിന്റെ പാഠം. ബൈബിളിൽ ഒരു കഥയുണ്ട്. വിളിച്ചവർ വരാതിരുന്നപ്പോൾ വിളിക്കപ്പെടാത്തവരെ കൂടിയിരുത്തി വിരുന്നു കൊടുത്ത കഥ. അകത്ത് പോയി പാത്രം എടുത്തു വയ്ക്കും. 1 അല്ല 3. അവൻ വരുന്നില്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെ ആർക്കാ? 3 വേണം. അവളെയും കൂടി വിളിക്ക്, ലക്ഷ്മിയെ. അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കായി പോകും. മകനേ മകനേ, എന്റെ പൊന്നു മകനല്ലേ നീ. മകനേ മകനേ, എന്റെ പൊന്നു മകനല്ലേ നീ. അപ്പച്ചാ, എന്താ ഉറങ്ങുവാണോ? ഓ, മോളോ? മോളെ സുസിലി, നീ എന്താ ഒന്നും പറയാതെ ഇങ്ങോട്ട്? എനിക്കെന്താ, എൻ്റെ വീട്ടിൽ വന്നുകൂടെ? കർത്താവിന് കിട്ടിച്ചോട്ടയിലും ഇതിപ്പോഴും എൻ്റെ വീട് തന്നെയാണ്. എവിടെ എൻ്റെ ചേട്ടൻ? നേരിട്ട് കണ്ടാലേലും ഓർമ്മയുണ്ടോ നോക്കട്ടെ. എവിടെ? അതൊന്നും പറയണ്ട മോളെ. അവരെല്ലാവരും കൂടി വരുമെന്ന് പറഞ്ഞ് അപ്പച്ചൻ ആഴ്ചകൾക്ക് മുമ്പേ തുടങ്ങിയ ഒരുക്കമാണ്. വലിയ സന്തോഷമായിരുന്നു. പക്ഷേ അവൻ മാത്രമേ വന്നുള്ളൂ. വന്നതും എന്തൊക്കെയോ മാറ്റം. അവൻ പഴയതുപോലെ ഒന്നുമല്ല മോളെ. അപ്പച്ചന് വലിയ വിഷമമായി. ഓ, അതൊക്കെ നിങ്ങൾക്ക് തോന്നിയതായിരിക്കും. എവിടെ?
ഞാൻ ചോദിക്കാമല്ലോ അവനോട്. അവൻ വന്ന് അകത്ത് കയറി, പിന്നെ മുറിയിൽ കയറിയിരുന്നു, പിന്നെ ഇപ്പോൾ ദേ എങ്ങോട്ടോ ഇറങ്ങിപ്പോയി. മോളെ, ശരിക്കും അവനെന്തോ പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നു പണ്ടത്തെ പ്രശ്നം കാരണം ചിലപ്പോൾ നിങ്ങളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയല്ല മോളെ, എനിക്കെന്തോ പേടിയാവുന്നു. ആ, മോള് വലുതും കഴിച്ചാ? ഇത് നല്ല കാര്യം. ഇവിടെ അമ്മയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയത് കഴിക്കാൻ വേണ്ടിയാണ് മഠത്തിലെ ഫീസ്റ്റ് പോലും വേണ്ടാന്ന് വെച്ച് വന്നത്. നല്ല വിശപ്പ്. എന്തൊക്കെയുണ്ട് കഴിക്കാൻ? എല്ലാം ഉണ്ട് മോളെ. അവർക്ക് കഴിക്കാൻ എല്ലാം ഉണ്ടാക്കിയിരുന്നു. ഉണ്ടാക്കി വെച്ചതെല്ലാം ആരും കഴിക്കാനില്ലഞ്ഞിട്ട് ഞാനത് ലക്ഷ്മിക്ക് എടുത്തു കൊടുത്തു. പാവം, അവളുടെ കൊച്ചിൻ്റെ കൈ അവളുടെ കെട്ടിയും കള്ളു കുടിച്ച് വന്ന് തല്ലി ഒടിച്ചു. ആ, നിന്റെ ഓഫർനേജിലെങ്ങാനും ആ കൊച്ചിനെ നിർത്താൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അതൊക്കെ നമുക്ക് ഭക്ഷണം കഴിഞ്ഞ് പറയാം. വേഗം എനിക്ക് ഫുഡ് എടുത്തേ. എന്താ സ്പെഷ്യൽ? ആ, നീ വാ, എല്ലാം തിന്ന് തീർത്തിട്ട് നിന്നെ ഞാൻ വിടും. ഹലോ ഹലോ, അതെ അതേന്ന്. ഇടത്തോട്ട് തിരിഞ്ഞാൽ നാലാമത്തെ വീട്, അത് തന്നെ. ഇങ്ങോട്ട് പോന്നോളൂ, ഞാനിവിടെ ഉണ്ട്. ആ, ചേട്ടൻ വന്നോ? ഞാൻ അറിഞ്ഞില്ല, അകത്തായിരുന്നു. നിന്റെ വക്കീൽ പണിയൊക്കെ എങ്ങനെ പോകുന്നു? ഓ, അത് പാസ്സായേ ഉള്ളൂ. പിള്ളേരെവിടെയാണ് എപ്പോഴും ആ ഓർഫനേജുമായി ബന്ധപ്പെട്ട് കുറെ കേസൊക്കെ ഉണ്ട്. അതാണ് ഇപ്പോഴത്തെ പണി. അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും ഇപ്പോ ഇതൊക്കെയാണല്ലോ പണി. ചേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? നേരത്തെ പള്ളിയിൽ നിന്ന് ഇറങ്ങാത്ത ആളായിരുന്നല്ലോ. അതൊക്കെ അന്ന്. ഇപ്പോൾ വിവരം വെച്ചപ്പോഴല്ലേ മനസ്സിലായത് അതൊക്കെ വെറും തട്ടിപ്പാണെന്ന്. അതെന്താ ചേട്ടൻ അങ്ങനെ പറഞ്ഞത്? പള്ളിയിൽ വെച്ച് കല്യാണം നടത്താൻ എല്ലാവരും പറഞ്ഞതല്ലേ? അതങ്ങനെയാ, ഓരോരുത്തർക്കും സ്വന്തം കാര്യം വരുമ്പോഴല്ലേ അറിയൂ. ചേട്ടൻ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഇതുവരെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. നീ ആദ്യം പോയി ക്രിസ്ത്യാനികളെ നന്നാക്കാൻ നോക്ക്, ഇങ്ങോട്ട് വരണ്ട. അതെന്താ ചേട്ടൻ ക്രിസ്ത്യാനിയല്ലേ? ഇപ്പോഴല്ലെന്ന് തന്നെ കൂട്ടിക്കോ. നീ എന്ത് വർത്തമാനാണ് ഈ പറയുന്നേ? ദൈവദോഷം പറയരുത്, വായിൽ തോന്നുന്നതെല്ലാം പറയുക. ഒരു മതം മാത്രമല്ലല്ലോ ഈ ലോകത്തുള്ളത്. ആരാ? രജിസ്റ്റർ ഓഫീസിൽ നിന്നാ ഈ സാറ് പറഞ്ഞിട്ട് വന്നതാ. ഇതെന്താ ചേട്ടൻ ഈ കാണിക്കുന്നത്? നീ എന്താടാ ഇവിടെ വല്ല കച്ചവടം നടത്തുന്നുണ്ടോ? അപ്പോ നിങ്ങൾ തമ്മിലൊരു തീരുമാനത്തിലെത്തിയിട്ടില്ലേ? അപ്പച്ചനറിയാത്ത എന്ത് കച്ചവടമാടാ ഇവിടെ നടത്തുന്നത്? നിങ്ങൾ തമ്മിലൊരു തീരുമാനത്തിലെത്ത്, എന്നിട്ട് എന്നെ വിളിക്കും. ഇപ്പൊ ഞാൻ പോവാം. വയസ്സാം കാലത്ത് എല്ലാവർക്കും കൂടി വല്ല പുണ്യം തോന്നിയിട്ട് മോളുടെ കന്യാസ്ത്രീ മഠത്തിന് എഴുതി കൊടുക്കാതിരിക്കാൻ ഞാനൊരു മുൻകരുതൽ എടുത്തതാ. ചേട്ടാ, നിനക്കെന്താടാ അവളെ കെട്ടിയപ്പോൾ നിന്റെ വെളിവ് നഷ്ടപ്പെട്ടോ? വെളിവ് നഷ്ടപ്പെട്ടത് എനിക്കല്ല, നിങ്ങൾക്കാ. എല്ലാവരും കൂടി ചേർന്ന് എല്ലാം എഴുതി കൊടുക്കാൻ വേണ്ടിയല്ലേ ഇവൾ ഇവിടെ കയറിയിരുന്നത്. നിർത്തടാ നിന്റെ അഹങ്കാരം. ഇത് അവളുടെ കൂടെ വീടാ. ഇവിടെ അവൾ വരണോ വേണ്ടയോ തീരുമാനിക്കുന്നത് നീയല്ല, ഞങ്ങളാ. ഇനി ഞാൻ ഇവിടെ വരുന്നതാണ് പ്രശ്നമെങ്കിൽ ഞാൻ പോകുക. അപ്പച്ചനും അമ്മയ്ക്കും എന്നെ കാണുവാൻ തോന്നുമ്പോൾ അങ്ങോട്ട് വന്നാൽ മതി. നീ എവിടെ പോകുന്നു? അവിടെ നിൽക്ക്. എവിടെയോ കണ്ട പെണ്ണിനെയും കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിൽ കയറിയപ്പോൾ ഞങ്ങൾ എതിർത്തു. അതിലെന്താടാ ഒരു തെറ്റ്? ഊരും പേരും അറിയാത്ത അവൾ നിന്റെ ജീവിതം എടുക്കുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാ അന്ന് ഞങ്ങൾ എതിർത്തത്. എന്നിട്ട് നീ എന്താ ചെയ്തത്? അവളെ തന്നെ രജിസ്റ്റർ മാരേജ് ചെയ്ത് അവളുടെ കൂടെ നാട് വിട്ടു. എന്നിട്ടെല്ലാം തീർന്നപ്പോൾ വന്നിരിക്കുക അപ്പന്റെ സ്വത്ത് എഴുതി വാങ്ങാൻ. അപ്പച്ച വേണ്ട, നിർത്ത്. ഇല്ല മോളെ, ഇനി ഇത് പറയാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ വന്നത്. ഇവന്റെ ജോലിയും പോയി, എല്ലാം പോയി. ഇവനെ ഇട്ട് അവളും പിള്ളേരും പോയിടി. എന്നിട്ട് സ്വത്ത് എഴുതി വാങ്ങാൻ വന്നിരിക്കുന്നു. ഞാൻ ഈ കേൾക്കുന്നതൊക്കെ സത്യമാണോ മോനെ? ചേട്ടാ, ഇതെന്താ ഞങ്ങളോട് പറയാതിരുന്നത്?
ഇത്രയും കാലം നീ ഞങ്ങളെ പറഞ്ഞു പറ്റിക്കായിരുന്നില്ലേ? എന്തിനാ മോനെ നീ ഞങ്ങളോട് ഇങ്ങനെ? അവന് നമ്മുടെ ഒന്നും വേണ്ടടി. അങ്ങനെ വേണമായിരുന്നെങ്കിൽ അവൻ ഒരു വാക്കെങ്കിലും ഇത്രയും കാലത്തിനിടയ്ക്ക് നമ്മളോട് പറഞ്ഞേനെ. അപ്പച്ചാ, നമുക്ക് എങ്ങനെയാലും ചേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കണം. എന്ത് മനസ്സിലാക്കാൻ? ഓരോ തവണ അവൻ ഫോൺ വിളിക്കുമ്പോഴും ഒരു തവണയെങ്കിലും എന്നെ ഒന്ന് അന്വേഷിക്കുകയെങ്കിലും ചെയ്യുമെന്ന് ഞാൻ കരുതി. പക്ഷേ ഇല്ല. പ്രായമാകുമ്പോൾ അപ്പനമ്മമാർ കേൾക്കാൻ കൊതിക്കുന്ന ഏറ്റവും സന്തോഷമുള്ള ശബ്ദം തൻ്റെ മക്കളുടെ സ്നേഹമുള്ളൊരു വിളിയാണ്. അതുപോലും അവൻ എനിക്ക് തന്നില്ല. അമ്മേ, എന്ത് പറ്റി അമ്മേ? അമ്മേ, അമ്മേ, ചേച്ചി, ചേച്ചി എന്ത് പറ്റി? ചേച്ചി, അന്നാമേ, 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 എന്നെ തനിച്ചാക്കി പോകാനോ നീ? നിമിഷങ്ങൾ നിമിഷങ്ങൾ മാത്രമെന്ന് ഓർക്കുക മനുഷ്യ. ഭൂമിയിൽ നിന്നും ഒന്നുമില്ലാതെ യാത്രയാകുവാൻ നിമിഷങ്ങൾ മാത്രം. അപ്പച്ചാ, ഞാൻ നാളെ പോകുക. അപ്പച്ചൻ ഇവിടെ എങ്ങനെ തന്നെ നിൽക്കും? ചേട്ടൻ എങ്ങനെ പെട്ടെന്ന് തിരിച്ചു പോകുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. ലക്ഷ്മിയോടും കൊച്ചിനോടും ഇവിടെ വന്ന് താമസിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മോളെ, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ മോള് സമ്മതിക്കണം. എന്താ അപ്പച്ചാ? അവനും അവൻ്റെ കൊച്ചുമക്കൾക്കും കൊടുക്കാൻ വേണ്ടി ഞാനും നിൻ്റെ അമ്മയും കൂടി ആരും അറിയാതെ ഒരു നിക്ഷേപം നടത്തി വെച്ചിട്ടുണ്ട്. ഒരു 6 ഏക്കർ സ്ഥലം മുണ്ടൂരിലാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അതിലൊരു 5 ഏക്കർ അത് നിൻ്റെ അനാഥ മന്ദിരത്തിലെ പിള്ളേർക്ക് വേണ്ടി ഞാൻ എഴുതി വെച്ചു. ബാക്കി 1 ഏക്കർ അത് ഇത്രയും നാൾ ഞങ്ങളെ നോക്കിയ ലക്ഷ്മിക്കും അവളുടെ മകനും വേണ്ടി ഞാൻ മാറ്റിവെച്ചിരിക്കുക. ബാക്കിയൊക്കെ അവൻ എടുത്തോട്ടെ. അപ്പച്ചാ, അപ്പച്ചൻ്റെ ഈ വലിയ മനസ്സ് അത് ചേട്ടനെ കിട്ടാതെ പോയല്ലോ. സ്നേഹം അതുമാത്രം പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ മോളെ. ശരിയാ അപ്പച്ചാ, അത് നമുക്ക് കൊടുക്കാനേ പറ്റൂ. ഞാൻ സുപ്പീരിയർ അമ്മയോട് പറയാം. എൻ്റെ ഒരു ആഗ്രഹം കൂടി മോള് സാധിച്ചു തരണം. എന്താ അപ്പച്ചാ? നിങ്ങളുടെ അനാഥ മന്ദിരത്തിൽ എനിക്കും കൂടി ഒരു മുറി തരാമോ മോളെ? അവളില്ലാതെ ഇവിടെ ഞാൻ ഒറ്റയ്ക്കായതുപോലെ. എടി എന്നാമേ, ഇപ്പൊ എനിക്കൊരു സമാധാനമുണ്ട്. എല്ലാ ഉത്തരവാദിത്വവും ഇറക്കി വെച്ചപ്പോൾ. ഒരാൾ കാണാൻ വന്നിട്ടുണ്ടല്ലോ. മുണ്ടൂർ രജിസ്റ്റർ ഓഫീസിലെ രജിസ്ട്രാളല്ലേ? അതെ, രജിസ്റ്റർ ഓഫീസർ രാജേന്ദ്ര ബാബു. എനിക്ക് ഓഫീസിൽ വന്ന് രജിസ്ട്രേഷൻ നടത്താൻ പറ്റാത്തതുകൊണ്ടാണ് സാറിന് എനിക്ക് ബുദ്ധിമുട്ടിക്കേണ്ടി വന്നത്. നിയമമുണ്ടല്ലോ വീട്ടിൽ വന്ന് രജിസ്ട്രേഷൻ നടത്താൻ. പിന്നെ എന്താ കുഴപ്പം? പിന്നെ ഈ മരണപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വമനസാലെടുത്ത തീരുമാനമല്ലേ? അതെ സാർ, എൻ്റെ പൂർണ്ണ സമ്മതത്തോടെയാണ് എൻ്റെ സ്വത്തുക്കൾ ഇഷ്ടദാനമായി നൽകിയിട്ടുള്ളത്. ഓക്കെ, എന്നാ പിന്നെ നിങ്ങളുടെ മകൾ സാക്ഷിയാക്കിക്കൊണ്ട് ഇതിൽ ഒപ്പുവെച്ചോളൂ. അപ്പോൾ ഞാൻ പോട്ടെ. ആധാരങ്ങൾ ഒരാഴ്ച കഴിഞ്ഞാൽ ഓഫീസിൽ വന്ന് മേടിക്കാം. പിന്നെ വരീസേട്ടാ, മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കണ്ട. നിങ്ങളുടെ മനസ്സുണ്ടല്ലോ
വളരെ വലുതാ. അതെന്താ? 60, 70, 80 വയസ്സ് കഴിഞ്ഞ മാതാപിതാക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ സ്വത്തുക്കൾ മക്കൾക്ക് ഭാഗം വെച്ച് കൊടുക്കാതെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കാണുമ്പോൾ വളരെ കഷ്ടം തോന്നുന്നു. ഇവരുടെ മരണശേഷം സ്വത്തുക്കൾക്ക് വേണ്ടി മക്കൾ തല്ലും വഴക്കും കേസും ആയിട്ട് നടക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുക. ഇത്തരത്തിലുള്ള ഒരാളായിരുന്നു എൻ്റെ അച്ഛനും. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു മാതൃകയാണ് പറയിസട്ടാ നിങ്ങൾ. ഓക്കെ. മോളെ, നീ എന്ന് മഠത്തിൽ പോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിന്നപ്പോൾ ഞങ്ങൾ ഓർത്തു നിന്നെ ഞങ്ങൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുകയാണെന്ന്. പക്ഷേ ഇന്നാണ് നിന്റെ ഈ വിളി എത്ര മനോഹരമാണെന്ന് എനിക്ക് ബോധ്യമായി. ഒരു സന്യാസിയുടെ മാതാപിതാക്കളാകുക എന്നാൽ അതൊരു ഭാഗ്യം തന്നെയാണ് മോളെ. ദേ ചേട്ടൻ, എന്തിനാടാ വന്നത്? നീ ചോദിക്കാതെ നിന്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിലും നിനക്കുള്ളതല്ലായിരുന്നു എല്ലാം. പിന്നെ എന്തിനാടാ അപ്പച്ചനെ? അപ്പച്ചൻ എന്നോട് ക്ഷമിക്കണം. കടം വാങ്ങി മടുത്തപ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോയത്. കടങ്ങളെക്കുറിച്ചും ജീവിതത്തെപ്പറ്റിയും അന്നത് പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. അപ്പോ നീ തിരിച്ചു പോയില്ലേ ഇതുവരെ? ഇല്ല അപ്പച്ച, എനിക്കിനി നിങ്ങൾ മാത്രമേ ഉള്ളൂ. മകനേ, എൻ മകനേ, നീ എന്നും എന്റേതല്ലേ. ജീവിതത്തിൽ കാലിടറി വീഴുമ്പോൾ എന്നും ഞാൻ നിന്റെ കൂടെയുണ്ട്. മോനെ തോമസ് കുട്ടി, നീയാണ് മോനെ ഞങ്ങൾ ഉപേക്ഷിച്ചു പോയത്. ഞങ്ങൾ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇനി ഇത് എൻ്റെ വീടല്ല, നിന്റെ വീടാ. ഒരു പുതിയ ജീവിതം നിനക്ക് തുടങ്ങാനുള്ള നിന്റെ കൂടാരം ഇവിടെ ഞങ്ങൾ എല്ലാവരുമുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി നിന്നോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. നീ പള്ളിയിൽ പോയി വികാരി അച്ഛനെ കണ്ട് ഒന്ന് കുമ്പസാരിച്ചു വാ. അപ്പച്ചാ, നമ്മുടെ മരണശേഷം നമുക്കൊന്നും ഈ ലോകത്തു നിന്നും കൊണ്ടുപോകാനില്ല എന്ന് സത്യം അറിയാമെങ്കിലും സ്വത്തിനു പിന്നാലെ പോകുന്നവർ നിരവധി പേരുണ്ട്. അതുപോലെ തന്നെ നമുക്കിടയിലും തകർന്നു കിടക്കുന്ന ഒരുപാട് കൂടാരങ്ങളുണ്ട്. ആ കൂടാരങ്ങൾ നമുക്കൊരു സ്നേഹ കൂടാരമാക്കി മാറ്റാൻ സാധിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സ്നേഹകൂടാരം എന്ന ഈ നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. ഉണരട്ടെ, ഉണരട്ടെ, നമ്മിൽ സ്നേഹം ഉണരട്ടെ. തകരട്ടെ, തകരട്ടെ, നമ്മിൽ വിദ്വേഷം തകരട്ടെ.